ഹലോ കൂട്ടുകാരെ, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായി സന്തോഷമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായി സന്തോഷമായിരിക്കുന്നു. ഇന്ന് രാവിലെ ഒന്ന് എണീറ്റായിരുന്നു. മൂത്ത മോന് ജോലിക്ക് പോകണമായിരുന്നു. അപ്പോൾ അവനുള്ള കാര്യങ്ങളൊക്കെ ആക്കി കൊടുത്ത് അവൻ ജോലിക്ക് പോയി. മോന് ജോലി വന്നിട്ട് ഇന്ന് പെയിൻറ്റിങ്ങിൻ്റെ പണിക്കാണ് കേട്ടോ പോയത്. മൂത്ത ആൾ സ്ഥലം വന്നിട്ട് നെയ്യാറ്റിൻകര. അങ്ങനെ മോൻ പോയി. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഒരു കുമ്പളങ്ങ മോരുകറിയും ഉണ്ടാക്കി, ബീട്രൂട്ട് തോരനും ചോറൊക്കെ ഉണ്ടാക്കി. അപ്പോൾ എനിക്കിന്ന് ഇളയ ആളെയും കൊണ്ട് ആശുപത്രിയിലൊന്ന് പോകണം. അപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പവും നമ്മുടെ സോയ ഉണ്ടല്ലേ, സോയയുടെ പെരട്ടും. അപ്പം കാപ്പിയൊക്കെ കുടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി ഇളയ ആളെ ഇന്നൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കണം. മോന് പല്ല് ചെറിയൊരു വേദനയൊക്കെ വന്നു. അപ്പം അതൊന്ന് കൊണ്ട് കാണിക്കണം. അപ്പോൾ അതിന് മുമ്പ് നമ്മളെ വീട്ടിലെ ജോലിയൊക്കെ ഒന്ന് തീർത്ത് വെക്കാമെന്ന് വിചാരിച്ചാണ് രാവിലെ തന്നെ ചോറും കറികളും ഒക്കെ ആക്കിയത് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇനി അവിടെ എനിക്കൊന്ന് എല്ലായിടം വൃത്തിയാക്കണം. അപ്പോൾ ഉണ്ടാക്കിയ പാത്രങ്ങളിൽ നിന്നൊക്കെ ഞാൻ കുക്കറിൽ നിന്നൊക്കെ കറിയൊക്കെ മാറ്റി വേറൊരു പാത്രത്തിലൊക്കെ ആക്കി ഒഴിച്ച് കൊടുത്ത്, എന്നിട്ട് അത് നന്നായിട്ട് അടച്ച് വെക്കണം. വെക്കാതെ പൊക്കി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇച്ചിരി ഉറുമ്പിൻ്റെ ശല്യം ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഉറുമ്പിന് എന്തെങ്കിലും ഒരു മരുന്നുണ്ടെങ്കിൽ പറഞ്ഞു തരണം. എന്നിട്ട് ഒരു കൂട്ടുകാരും എൻ്റെ വീഡിയോയിൽ എനിക്കൊരു കമൻറ്റ് വഴി അതിൻ്റെ മറുപടി തന്നില്ല കേട്ടോ. അപ്പോൾ അതിൽ ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട് കേട്ടോ കൂട്ടുകാരെ. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളല്ലേ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടത്. നിങ്ങളില്ലെങ്കിൽ പിന്നെ ഞങ്ങളുണ്ടാ കേട്ടോ കൂട്ടുകാരെ. അപ്പം അങ്ങനെ നമ്മളുടെ ചോറൊക്കെ ഒന്ന് മുരിച്ചെടുത്ത്, അല്ലെങ്കിൽ അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം നമ്മുടെ ചോറിൽ കാണും. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പാത്രങ്ങളെല്ലാം കൊണ്ടുപോയി ഒന്ന് കഴുകി വൃത്തിയാക്കണം. അപ്പോൾ കുറച്ച് കഞ്ഞിവെള്ളമൊക്കെ കിടന്ന് വേസ്റ്റൊക്കെ, അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് കളയാനുള്ള തിരക്കിലാണിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഞ്ഞിവെള്ളം കൊണ്ടുപോയി ചെടിക്ക് വയ്ക്കും കേട്ടോ. വെളിയിൽ നമ്മളുടെ ചെടികളൊക്കെ ഉണ്ട്, അവിടെ ഒഴിച്ചിട്ട് വന്നിട്ട് പാത്രമൊക്കെ കഴുകി വയ്ക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇളയാൾ കിടക്കുകയാണ്. അപ്പോൾ ഇന്നലെയും പല്ല് വേദനയായതുകൊണ്ട് ഉറങ്ങിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇന്ന് അവൻ കിടക്കട്ടെ, എൻ്റെ ജോലിയൊക്കെ ഒന്നായതിന് ശേഷം അവനെ വിളിച്ചാൽ മതി എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ജോലിയൊക്കെ ചെയ്യണം. അപ്പോൾ ദന്ത ഡോക്ടറെ കാണിക്കാൻ വേണ്ടി നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊന്നല്ല പോയത്. നമ്മൾ പോകാമെന്ന് വിചാരിച്ചത് നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ പോകാം. അപ്പം ഇച്ചിരി പയ്യെ പോയാലും നമുക്ക് കാണിച്ചിട്ട് വരാൻ പറ്റും. അതിന് അവൻ അവിടെ കിടക്കണ നേരം കൊണ്ടാണ് കേട്ടോ ഞാൻ ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോൾ കാപ്പി അവൻ കുടിച്ചില്ല കേട്ടോ. അവന് ബുദ്ധിമുട്ടായിരുന്നു അവന് ആഹാരം കഴിക്കാൻ വേണ്ടി. അപ്പോൾ എൻ്റെ പാത്രം കഴുകലും ഒക്കെ കഴിഞ്ഞു. ഇനി എനിക്ക് ആ പാത്രം കഴിയേണ്ട അവിടുത്തെ ഭാഗമൊക്കെ സിങ്കൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി മാറ്റി അവിടെ ഒന്ന് തുടച്ചൊന്ന് വൃത്തിയാക്കും. അപ്പോഴേ അവൻ്റെ കാര്യമാണ് ആലോചിച്ച് നിന്നാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. ഇനി അവിടെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവരിനി എന്ത് പറയും എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കണേണ്. എന്നാലും പല്ലിന് വേറെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അവന് ഒരു പല്ല് ഇപ്പോൾ പുതിയതായിട്ട് പൊടിച്ച് വന്നതാണ് കേട്ടോ. അപ്പോൾ ആ പല്ലിൻ്റെ അവിടെ ആണ് വേദന. അപ്പോൾ അത് കൊണ്ടുവന്നൊന്ന് കാണിക്കണം. അപ്പോൾ ഡോക്ടർ എന്താണ് പറയണതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ അവന് കവിളിൻ്റെ അവിടെയൊക്കെ നീരും വേദനയും ചെറിയൊരു കഴല പോലെയൊക്കെ വന്നു കൂട്ടുകാരെ. അതുകൊണ്ടാണ് അപ്പോഴും അവൻ എണീറ്റില്ല. അവൻ നല്ല ഉറക്കത്തിൽ കിടക്കണേണ്. രാത്രി ഉറങ്ങിയില്ല, അതുകൊണ്ടാണ് അവൻ കിടക്കണത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവൻ കിടക്കട്ടെ എന്ന്. ഇപ്പോൾ 9-9:30 മണിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പം നമ്മുടെ വീട്ടിൽ. അപ്പോൾ ഞാൻ വന്നു നമ്മുടെ ഈ വരാന്തയൊക്കെ ഒന്ന് വൃത്തിയാക്കണം, തൂത്തുവാരണം, റൂമുകളൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അപ്പോൾ ഞാൻ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒക്കെ കഴിഞ്ഞായിരുന്നു നേരത്തെ തന്നെ. എന്നിട്ട് അവിടെയൊക്കെ ഞാൻ നമ്മുടെ വീടിൻ്റെ അതിലൊക്കെ ഒന്ന് അടച്ചിട്ട് ഇനി വരാന്ത ഒന്ന് തൂത്ത് വൃത്തിയാക്കണം. ഇച്ചിരി മണ്ണൊക്കെ ഉണ്ട്. എപ്പോഴും നമ്മളിവിടെ റോഡായത് കാരണം എപ്പോഴും പൊടി ഇങ്ങനെ നമ്മുടെ വീട്ടിനകത്ത് ഉണ്ട്. അപ്പോൾ ഞാനൊന്ന് തൂത്ത് വാരാമെന്ന് വിചാരിച്ച്, അപ്പോൾ ആ വരാന്തയൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ച്. അതിന് ശേഷം അവനെ എണീപ്പിച്ച് ഒരുക്കാം എന്ന് വിചാരിച്ച്. ഞാൻ ഒരുക്കണ്ട, അവ ഒരുങ്ങിക്കോളും. അങ്ങനെ ഞാൻ പെട്ടെന്ന് സമയമായി എന്ന് പറഞ്ഞ് തൂത്ത് വാരയാണ്.
അപ്പം എൻ്റെ തൂത്ത് വാരണ പണിയൊക്കെ ഇതോടെ തീരും. അങ്ങനെ ഞാൻ നമ്മുടെ അടുക്കളയും വരാന്തയും റൂമുകളെല്ലാം തൂത്ത് വാരി വൃത്തിയാക്കിയെല്ലാം ഇട്ടതിന് ശേഷമാണ് ഞാനൊന്ന് ഒരുങ്ങാൻ വേണ്ടി പോയത്. ഒരുങ്ങിയിട്ട് വന്നിട്ട് അവനെ വിളിച്ചാൽ മതിയല്ലേ എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ എൻ്റെ ഈ തൂപ്പ് ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ഒരുങ്ങാൻ വേണ്ടി പോയി. അപ്പോൾ ഇതൊന്ന് മാറ്റി കൊടുക്കണം, എന്നാലേ നമുക്ക് അപ്പുറ ഭാഗം കൂടെ തൂത്തുവരാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ജോലി കഴിഞ്ഞ് ഞാനൊന്ന് കുളിച്ചിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞ് പോയി. അപ്പം അവൻ പയ്യ എണീറ്റ് കിടക്കുകയാണ് കേട്ടോ ഇപ്പം. അപ്പം ചൂടുണ്ടായിരുന്നു കേട്ടോ നമ്മളുടെ അവിടെ. അപ്പം അങ്ങനെ കുളിച്ച് അവനെയൊക്കെ ഞങ്ങളും ഒരുങ്ങി ഞങ്ങൾ കോട്ടയ്ക്കക ആശുപത്രിയിൽ നമ്മൾ പോയി. അപ്പോൾ നമ്മളുടെ പല്ലിൻ്റെ കാണിക്കുന്നത് ഒയിരയാണ്. അപ്പോൾ ഞാൻ അവിടെ പോയിരുന്നപ്പോൾ ഒരുപാട് ആളായിരുന്നു കേട്ടോ. നമ്മുടെ ടോക്കൺ വന്നിട്ട് 38ആയിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് ഞങ്ങൾ മോനെ കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 18 വയസ്സ് കഴിയുമ്പം ഒരു പല്ല് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ പല്ല് പൊട്ടി വന്നെടുത്ത് അവനത് പുറത്തോട്ട് വരാൻ വേണ്ടി പറ്റാതെ ചത കൊണ്ട് മൂടിയിരിക്കുന്നതാണ്. അപ്പം ഉയരത്തെ പല്ല് വന്നിട്ട് അതിൽ തട്ടുമ്പോൾ അവിടെ ഇങ്ങനെ ഇതായി പൊട്ടി അങ്ങനെ വേദന വരുന്നതാണ്. അപ്പോൾ അതിനെ ഒന്ന് ഇച്ചിരി പ്രശ്നമാണ്, അതൊന്ന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അതിനെ ഒന്ന് എക്സ്റേ എടുത്തതിന് ശേഷം ഒന്നത് കരിച്ച് കളയണം, അല്ലെങ്കിൽ ആ പല്ലെടുത്ത് കളയണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതും ഒരു വിഷമമായിപ്പോയി കേട്ടോ. അങ്ങനെ വന്ന് പിന്നെ ഞങ്ങളൊരു ബേക്കറിയിൽ പോയി ഒരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് അവൻ രാവിലെ മുതൽ ഒന്നും കഴിക്കാതെയാണ് നമ്മളെ കൂടെ ഉള്ളത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് വയറ് നിറച്ച് ആഹാരം കൊടുത്തതിന് ശേഷമാണ് മരുന്ന് കൊടുക്കാൻ, ഡോസ് കൂടിയ മരുന്നെന്നാണ് പറഞ്ഞത്. അപ്പോൾ ചേട്ടൻ ഞങ്ങളെ കൊണ്ടാക്കിയിട്ട് പോകാൻ വേണ്ടി പോയപ്പോൾ മോൻ പറഞ്ഞു നമ്മുടെ വീട്ടിൽ മീൻ പൊരിച്ചതും ചോറും ഒക്കെ ഉണ്ട്, വാ പപ്പ എന്ന് പറഞ്ഞ് വിളിച്ച്. മീൻ പൊരിച്ചതൊന്നും ഇല്ലായിരുന്നു, കൊഞ്ചച്ചാറും ബീട്രൂട്ട് തോരനും പുളിശ്ശേരിയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ രാവിലെ എല്ലാം വെച്ചിട്ട് തന്നെ പോയത്, ചേട്ടൻ അറിഞ്ഞില്ലായിരുന്നു. അപ്പോൾ വീഡിയോ കണ്ട കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ.